ചരിത്രമാണ്. ഒരുപക്ഷെ സമീപകാലത്തൊന്നും ആർക്കും തകർക്കാൻ കഴിയാത്ത ചരിത്രമാണ്. മാത്രമല്ല ഇനി അടുത്ത മുഖ്യമന്ത്രി ആരെന്നതിന് മറുചോദ്യവുമില്ല ജയിച്ചിട്ടുണ്ടെങ്കിൽ. ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ഇന്ത്യയിലെ എൻ്റെ സുഹൃത്തുക്കളെ 3 ചാനലുകളാണ്. ഒന്ന് നമ്മുടെ പരുത്തിക്കുരുവിൻ്റെ ചാനൽ റിപ്പോർട്ടറാണ്, രണ്ടാമത് ഇപ്പോൾ ഏഷ്യാനെറ്റ് ആണ്, മൂന്നാമതായിട്ട് നിങ്ങൾക്ക് 24 ആണ്. ഈ 3 ചാനലും കഴിഞ്ഞ ദിവസം ചർച്ച മുഴുവൻ ഒരല്പം കൂടുതൽ ഇടതുപക്ഷത്തോടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയണം. കാരണം പിണറായി വിജയൻ ജയിക്കുകയാണെങ്കിൽ അത് മഹാചരിത്രമാവും, ഇന്ത്യയിൽ തന്നെ ഒരു മഹാചരിത്രമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനത്തെ ഒരു ചരിത്ര നിയോഗത്തിലേക്കാണോ പിണറായി വിജയൻ നടന്നു കയറുന്നത് എന്ന രീതിയിലായിരുന്നു ഏഷ്യാനെറ്റ് മുഴുവൻ ചർച്ച നടന്നിരുന്നത്. ഇവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ചരിത്രമാണ്. ഒരുപക്ഷെ സമീപകാലത്തൊന്നും ആർക്കും തകർക്കാൻ കഴിയാത്ത ചരിത്രമാണ്. മാത്രമല്ല ഇനി അടുത്ത മുഖ്യമന്ത്രി ആരെന്നതിന് മറുചോദ്യവുമില്ല ജയിച്ചിട്ടുണ്ടെങ്കിൽ. ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാണ്. ഇനി അങ്ങോട്ട് നോക്കിയാൽ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു മുഖ്യമന്ത്രി ഇന്ത്യയിൽ ഉണ്ടോ എന്ന് നിശ്ചയിക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പ് വിജയമാണ്. കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് വിജയമാണ്. പിണറായി വിജയൻ ജയിച്ചാൽ, ഇടതുമുന്നണിയെ ജയിപ്പിക്കാൻ കഴിഞ്ഞാൽ ലോകം മുഴുവൻ, ഒരുപക്ഷെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം അങ്ങോട്ടേക്ക് ഉറ്റുനോക്കും. അഥവാ തോറ്റാലോ പ്രതിപക്ഷ നേതാവായിട്ട് പിണറായി വിജയൻ ഇരിക്കുമോ, അതോ ഇനി ധർമ്മടം MLA ആയി മാത്രം അദ്ദേഹം തുടർന്നുകൊണ്ട് മറ്റാരെങ്കിലും പ്രതിപക്ഷ നേതൃത്വ സ്ഥാനത്തേക്ക് വരുമോ? ഇതൊക്കെ ഈ കാര്യത്തിൽ ആകാംക്ഷയാണ്. അപ്പോൾ എന്തായിരിക്കും പിണറായി വിജയന്റെ ഭാവി തെരഞ്ഞെടുപ്പ് നിശ്ചയിക്കുന്നത്? മുന്നണിക്ക് ഉള്ള ഒരു പിണറായി വിജയൻ ഭാവിയിലേക്കാണ് ഇപ്പോൾ ആളുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയൻ വേറൊരു വാക്ക് ഇടതുപക്ഷവുമായി ബന്ധപ്പെട്ടിട്ട് ആളുകൾക്ക് സംസാരിക്കാനില്ല. ഒരുപക്ഷെ നമ്മൾ വലതുപക്ഷത്തേക്ക് നോക്കുമ്പോൾ അവിടെ സംസാരിക്കാൻ കുറേ തല്ലുള്ള ആൾക്കാരുണ്ട്, കുറേ നായന്മാരുണ്ട്, അല്ലയോ? അത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. ഞാൻ നിങ്ങൾക്ക് രസമുള്ളൊരു സംഗതി കേൾപ്പിച്ചു തരാം കേട്ടോ. ഞാൻ കുറച്ചിരിച്ച് നിങ്ങളും ചിരിക്കുന്നതിന് കാരണമായി കഴിഞ്ഞാൽ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ലല്ലോ. കേട്ടോക്കെ, നമ്മുടെ മന്ത്രിസഭ ഒരു നായർ കരയോഗം പോലെ ഇരിക്കും. എന്നിട്ട് നായർ കരയോഗം പോലെ മന്ത്രിസഭ ഇരുന്നിട്ട് ഇതാണ് മതേതരത്വം എന്നും കൂടെ പറയുകയും ചെയ്യും. അതും കൂടെ കേൾക്കുമ്പോഴാണ് ദേഷ്യം വരുന്നത്. ഈ കോൺഗ്രസിലെ ഇപ്പോഴത്തെ സ്പേസ് എന്താ? കോൺഗ്രസില് പ്രധാനപ്പെട്ട 3 നായന്മാർ തമ്മിലുള്ള കോമ്പറ്റീഷനാണ്. പണ്ടാണെങ്കിൽ 5 സവർണ്ണ ഹിന്ദുക്കളായിരുന്നു. അതായത് VD സതീശൻ ജി സെന്റർ ലെഫ്റ്റ് നായർ, രമേശ് ചെന്നിത്തലാജി ഗാന്ധിയൻ റൈറ്റ് നായർ. പുള്ളിയ ഗാന്ധിയൻ റൈറ്റ് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, പക്ഷെ ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇയാളെ ചില വർത്താനൊക്കെ ഭയങ്കര ഒരു ഗാന്ധിയൻ റൈറ്റ് നായർ. പിന്നെ ശശി തരൂർ സാർ വിശ്വപൗരൻ നായർ, അല്ലെങ്കിൽ ഗ്ലോബൽ നായർ, നമ്മുടെ മുരളീധരൻ ജി, അല്ലെങ്കിൽ പിന്നീട് KC വേണുഗോപാൽ സാർ. രാഹുൽ ഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരാണ്. ഗാന്ധി കുടുംബത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇന്ത്യയിലെ ഏറ്റവും ആയിക്കോട്ടെ. എന്റെ സുഹൃത്തുക്കളെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ കുറെ നായന്മാരാണ് ഇപ്പോൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ നായർ സഭകളാണ് ആരാണ് മുഖ്യമന്ത്രി ആവേണ്ടത് എന്നുകൂടി ചർച്ച ചെയ്യുന്നതിലാണ്. അതുകൊണ്ടാണ് സുഹൃത്തെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിൽ ചില ആളുകൾക്കൊക്കെ ഭയങ്കര അമർഷം. എന്തുകൊണ്ടാണ് പിണറായി വിജയനെ വെറുക്കുന്നത്? അത് അദ്ദേഹത്തിന്റെ കടക്ക് പുറത്ത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി, ഇത്രയും ഡയലോഗ് കൊണ്ട് മാത്രമാണോ പിണറായി വിജയന് ദേഷ്യം? അല്ല, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അയാളൊരു താഴ്ന്നജാതിക്കാരനാണ്, അയാളൊരു തെങ്ങേറ്റക്കാരന്റെ മോനാണെന്നേ. ഈ ഒരു കാരണം കൊണ്ട് മാത്രമാണ് പിണറായി വിജയനെ വെറുക്കുന്നത്. നമ്മുടെ കേരള സമൂഹത്തിലെ പല ആൾക്കാരും വെറുക്കുന്നത് കൊണ്ടാണ്. ഒരു താഴ്ന്ന ജാതിക്കാരനാണോ ഞങ്ങളെ ഭരിക്കുന്നത് എന്നൊരു തോന്നലാണ് പല ആൾക്കാർക്കുള്ളത്. എന്നാൽ അതേസമയം അറുനാറുത്തരങ്ങൾ ചെയ്താലും, വയനാട്ടുകാർക്ക് വീട് കൊടുക്കാതിരുന്നാലും, ഇനി അവരെ പറ്റിച്ച് അവരെ നരകയാതനയിലേക്ക് തള്ളിവിട്ടാലും ഒരു നായര് ഭരിച്ചാൽ മതി, അത് കോൺഗ്രസിലെ ഏതെങ്കിലും നായന്മാരെ ഞങ്ങളെ ഭരിച്ചാൽ മതി, ആശ്വാസം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ഘടനയിലേക്ക് നമ്മുടെ നാട്ടുകാർ മാറിയിട്ടുണ്ട്. കേൾക്ക്. നേതാവാണ്. ഈ 5 സവർണ ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരോ, അല്ലെങ്കിൽ ഇന്ന് വിശേഷിച്ച 3 പേർ, ഇന്ന് ശ്രീ KC വേണുഗോപാൽ സാർ ഭയങ്കരമായിട്ട് എമർജ് ചെയ്യുന്നുണ്ട്. കോൺഗ്രസിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ കേൾക്കുന്നത് ശ്രീ KC വേണുഗോപാലിന് അനുകൂലമായ വലിയൊരു മൊമെന്റ് ഉണ്ടാവുന്നു എന്നാണ്. അപ്പൊ ഈ 3 പേർ ഈ സ്പേസ് അല്ലേ? ഞാൻ സിമ്പിൾ ഒരു കാര്യം ചോദിക്കാം. കുഞ്ഞാലിക്കുട്ടി നായർ എന്നാണ് പുള്ളിയുടെ പേരെങ്കിൽ പുള്ളി മുഖ്യമന്ത്രി ആവില്ലായിരുന്നു. അതായത് ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ പാണ്ടിക്കടവത്ത് കുഞ്ഞാലിക്കുട്ടി നായർ എന്നാണ് പേരെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാറാണ് മുഖ്യമന്ത്രി ആകാൻ ഏറ്റവും യോഗ്യൻ. ഇവരെക്കാൾ എല്ലാം ഏജ്, ഇവരെക്കാൾ എല്ലാ എക്സ്പീരിയൻസ്, UDF ഏറ്റവും തലമുതിർന്ന നേതാവ്. അപ്പോ ഈ സാമുദായിക ബാലൻസിങ്ങിന്റെ സത്യസന്ധത നമ്മൾ മനസ്സിലാക്കണം. എന്റെ ഒരു റിക്വസ്റ്റും കൂടെ പറയാം. കോൺഗ്രസ് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണ പൊതുപ്രവർത്തകർ, അല്ലെങ്കിൽ ഒരു പൊതു സമൂഹത്തിലെ സിറ്റിസൺ എന്ന രീതിയിൽ എന്തായാലും വരുന്ന മൊമെന്റം വെച്ചൊരു നായർ മുഖ്യമന്ത്രിയാണ് ഉണ്ടാകുക. സംശയമൊന്നുമില്ല, ഒരു ഹിന്ദു നായർ വിഭാഗത്തിലെ മുഖ്യമന്ത്രി ഉണ്ടാവും. 100% ഉപമുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി സ്ഥാനം കുഞ്ഞാലിക്കുട്ടി സാറിനെ പോലെ കൊടുക്കണം. കാര്യം എന്തായാലും ഇദ്ദേഹം അങ്ങനെ പറയുന്നത്, അങ്ങനെയെങ്കിൽ ഒരു ബാലൻസിങ് വേണം എന്നുള്ള രീതിയിലാണ്. നമ്മുടെ എപ്പോഴും ബാലൻസിന്റെ ആളാണല്ലോ ഇദ്ദേഹം അങ്ങനെ ഒരു ബാലൻസിങ് വെച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതുമല്ലെങ്കിൽ നായന്മാരൊന്ന് മാറ്റി നിർത്തിയിട്ട് കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രി ആയാൽ എന്താ എന്നുകൂടി ഒരു UDF വരുമ്പോൾ ഞാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മുസ്ലിം നമ്മുടെ കേരളം ഭരിക്കണം. എന്താ സംഭവിക്കാൻ നോക്കാലോ.
BJP-ക്കാർ ഭരിച്ച് എന്താ നോക്കാലോ എന്ന് ചിന്തിക്കുന്ന പോലെ ഒരു മാപ്പിള ഭരിക്കട്ടെന്നേ, എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം എന്ന രീതിയിലൊക്കെ ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. സംഗതി അവിടെ കിടക്കട്ടെ. ഇനി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് അക്ഷിത എന്ന് പറയുന്ന 24-ലെ ഒരാളാണ്. അവർ ഗംഭീരമായിട്ട് പറയുന്നുണ്ട്. അക്ഷിത, എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിന് സാധ്യത ഉള്ളത്? അല്ലെങ്കിൽ എന്തിനാണ് ഇടതുപക്ഷം സാധ്യത? ഇനി തോറ്റാൽ തന്നെ ജയിച്ചാലും എന്തുകൊണ്ട് ഇടതുപക്ഷം? വളരെ വ്യക്തമായിട്ടുള്ള ഒരു നിരീക്ഷണമാണ് അക്ഷിത കാഴ്ചവെച്ചിരിക്കുന്നത് കേട്ടോ. 24-ൽ ഇപ്പം അത്യാവശ്യം വിവരമുള്ള ഒരാളാണ്. നേതാക്കൾ ഈ മുഖ്യമന്ത്രി കുപ്പായവും തയ്ച്ച് കാത്തിരുന്നത് നമ്മൾ കണ്ടതാണ്. പേഴ്സണൽ സ്റ്റാഫുകളെ വരെ തീരുമാനിച്ചിരുന്നു എന്നുള്ളതാണ് പിന്നീട് വന്ന വാർത്ത. അവസാനം ഒരു സിനിമയിൽ പറയുന്നത് പോലെ പടക്കക്കട ഗുദാഹവ എന്നുള്ള അവസ്ഥയിലെത്തി. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യുന്ന സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായ പ്രചാരണ ആയുധങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ ചർച്ച ആരാകും മുഖ്യമന്ത്രി എന്നതുമായി ബന്ധപ്പെട്ടാണ്. ആ നിലയിലുള്ള പ്രതികരണങ്ങൾ, ചർച്ചയാണ് പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. 8 ലക്ഷം രൂപ മുടക്കി ദേശീയ മാധ്യമത്തിലടക്കം പരസ്യം ചെയ്തിട്ടാണ് രമേശ് ചെന്നിത്തല പറയുന്നത് ഞാൻ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള വടം വലിക്കില്ല എന്ന. സോഷ്യൽ മീഡിയയിലടക്കം അണികൾ ഉപയോഗിച്ച് വലിയ നിലയിലുള്ള അത് വളരെ വ്യക്തമാണ്. എന്തായാലും നമ്മുടെ കേരളത്തിൽ നമ്മുടെ ഈ മറ്റാൾ പറഞ്ഞ 3 നായന്മാര് ഗംഭീരമുള്ള ഒരു മത്സരത്തിലാണ്. പണം മുടക്കുന്നുണ്ട്, പാട്ടിറക്കുന്നുണ്ട്, ചരിത്ര പുസ്തകങ്ങൾ ഇറക്കുന്നുണ്ട്, അവരെ പറ്റിയുള്ള ചരിത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. ചില ആൾക്കാരാണെങ്കിൽ അയാൾ എങ്ങനെയാണ് ഇവിടേക്ക് എന്താ പറയുക വലതുപക്ഷത്തിനോടൊപ്പം കോൺഗ്രസിനോടൊപ്പം എങ്ങനെയാണ് മുന്നോട്ട് പോയതെന്നുള്ള പറയുന്ന വർത്തമാനമൊക്കെ നടക്കുന്നുണ്ട്. ഭയങ്കര രസകരമാണ് കോൺഗ്രസിന്. പറയുന്നത് ഞാൻ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള വടം വലിക്കില്ല എന്നല്ല, അവർ പരസ്യ പ്രതികരണത്തിനില്ല ആ വിഷയത്തിൽ. വടംവലിയോട് നടക്കുന്നുണ്ടല്ലോ ദിലീപ്, അത് ഇല്ല എന്ന് അവർ പറയുന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. പിന്നീട് കെ സി വേണുഗോപാൽ ഇന്നലെ അദ്ദേഹത്തിന് വേണ്ടി നിർമ്മിച്ചുകൊണ്ടിരുന്ന ഡോക്യുമെന്ററി നിർത്തിവെക്കാൻ ഹൈക്കമാൻഡിന്റെ നിർദ്ദേശമാണ് വരുന്നത്. അതായത് ഇതൊന്ന് ആലോചിച്ച് നോക്കണം, ഇത്ര അധികം ദിവസങ്ങളായത് നടന്നു, പിന്നീട് പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്, അതിനുശേഷവും ഇന്നലെയാണ് ഡോക്യുമെന്ററി വീണ്ടും നിർത്തിവെക്കാൻ ഹൈക്കമാൻഡിന് പറയേണ്ടി വരുന്നത് എന്ന് പറഞ്ഞാൽ വീണ്ടും ആ പ്രവർത്തനം തുടരുകയായിരുന്നു എന്നതുകൂടിയാണ് അതിനർത്ഥം. അപ്പോൾ വീണ്ടും ഹൈക്കമാൻഡിൽ ഇടപെട്ട് അത് നിർത്തിവെക്കേണ്ടി വരും. ഇത് കോൺഗ്രസിന്റെ ഒരു ഭയങ്കരമായിട്ടുള്ള ദുരവസ്ഥയെ കുറിച്ചിട്ടാണ് ഇപ്പോ അക്ഷിത ഇങ്ങനെ സംസാരിച്ചു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്തൊരു വഷളൻ ചർച്ചകളായിരിക്കും അതൊക്കെ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അക്ഷിത ഇങ്ങനെ സംസാരിക്കുന്നതിനൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇതാണ് എന്ന ചോദ്യത്തിന് ഇതുവരെയൊക്കെ നല്ല കടുത്ത മത്സരം നേരിടുന്നുണ്ടെങ്കിൽ പോലും ഒരു തരംഗമുണ്ടെങ്കിൽ മാത്രമേ ഇവരിൽ പലരും തോൽക്കുകയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ വിലയിരുത്തൽ. അതല്ലെങ്കിൽ ബാക്കിയുള്ളവർ ചിലരെങ്കിലും കഷ്ടിച്ച് കടന്നുകൂടും, ചിലരെങ്കിലും അപ്രതീക്ഷിതമായി ഇപ്പൊ കൊട്ടാരക്കരയിലൊക്കെ ചിലപ്പോൾ. ഇവിടെ അരുൺകുമാർ പറയാൻ ശ്രമിക്കുന്നത് അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു ഇടതുപക്ഷ വൈകാരികമായ സംഭവമൊന്നും കേരളത്തിലില്ല, അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ്. ഇങ്ങനെ ഇടതുപക്ഷം ജയിക്കാൻ സാധ്യത ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോകുന്ന സമയത്ത് പെട്ടെന്നൊരു ഗംഭീര കുരു പൊട്ടി. ആളുകൾ പോലും ഇപ്പൊ മനസ്സിൽ കരുതുന്നുണ്ട് ഡോക്ടർ അരുൺ ആരെ വിളിക്കുന്നത്? ഞാൻ സംസാരിക്കുന്ന സീറ്റ് ഇപ്പൊ കെ സി വേണുഗോപാലും വി ഡി സതീശനും അങ്ങനെയല്ല, 100-ലധികം സീറ്റുകൾ ഉണ്ടാക്കിയ ഒരു നേതാവ് പറഞ്ഞത് ഇങ്ങനെയാ, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടവരും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരുമായിട്ടുള്ളവർ വളരെ കൂട്ടത്തോടെ വന്ന് ഈ സർക്കാരിനെ മാറ്റണമെന്ന് പറഞ്ഞ് വിധി എഴുതിയിട്ടുണ്ട് എന്നാണ്. പക്ഷേ ഓൺ ഗ്രൗണ്ട് റിയാലിറ്റി അങ്ങനെയല്ല. എനിക്കറിയാം, യാക്കോബായ വിഭാഗത്തിലെ വളരെ ശക്തമായ സ്വാധീനമുള്ള മേഖലയിലെ ആൾക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അവരിൽ ഭൂരിപക്ഷം എടുത്തിരിക്കുന്ന തീരുമാനം LDF അനുകൂലമായി വോട്ട് അതൊരു സംഗതിയാണല്ലോ അല്ലെ. ഇവിടെ ഇത്തവണത്തെ ഏറ്റവും ഗംഭീരമായ ചർച്ച ന്യൂനപക്ഷം ആർക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ആർക്ക് വോട്ട് ചെയ്തു, അവരാണ് ഇത്തവണ നമ്മുടെ ഇലക്ഷൻ പാറ്റേൺ മുഴുവൻ നിയന്ത്രിക്കുക എന്ന് കൂടി ഒരു വർത്തമാനമുണ്ട്. വലതുപക്ഷം വിചാരിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണെന്നാണ്. അരുൺകുമാറൊക്കെ പറയുന്നത് ഇടതുപക്ഷത്തിനാണെന്നാണ്. ഇനിയിപ്പോ നമ്മുടെ മുതലാളിക്ക് എന്ത് പറയേണ്ടതാണ്? 5 വർഷം കൂടുമ്പോൾ ആൾക്കാർ മാറട്ടെ എന്ന് പറയുന്നത് 10 വർഷമായി മാറണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇത് മാറിക്കോളാം എന്ന് വിചാരിക്കുന്ന ചിലപ്പോൾ ഒരു ആൾക്കാരുണ്ടാവും. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ എല്ലാവരും 70 തുടങ്ങി 75 വരെ, 75 തുടങ്ങി 80 വരെ, 80 താഴെ ആരാധികാരത്തിൽ വന്നാലും എന്ന് പറയുന്നത് മലബാറിലെ മൈനോറിറ്റി കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ദാറ്റ്സ് എ റിയാലിറ്റി. പക്ഷെ ആ റിയാലിറ്റി ഒരു വലിയ റിയാലിറ്റിയെ മറയ്ക്കുന്നുണ്ടെന്നാണ് എന്റെ പക്ഷം. ആ യാഥാർത്ഥ്യം വലിയ യാഥാർത്ഥ്യം. ഇവിടെയാണ് നമ്മുടെ പരുത്തിക്കുരുവിന് പെട്ടെന്ന് കുരു പൊട്ടിയത്. അതായത് മലബാറിലെ ആളുകളൊക്കെ വോട്ട് ചെയ്താൽ തന്നെ ഇവിടെ വലതുപക്ഷം ജയിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റൊരു റിയാലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ആ റിയാലിറ്റിയെ പറ്റിയിട്ട് നമ്മുടെ സ്മൃതി പരുത്തിക്കണ്ണ് വലിയ വിവരമില്ല. അരുൺകുമാർ പറഞ്ഞു കൊടുക്കുന്ന രീതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പോപ്പുലിസ്റ്റ് MLA
MLA-മാരെ മറികടക്കാൻ കഴിയുമെന്നുള്ള റിയാലിറ്റി നോക്കൂ, നിങ്ങൾ ഈ വികസനം എന്നൊക്കെ പറയുന്നതിനപ്പുറമാണ് ആളുകളുടെ ജീവിത അവസ്ഥയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ. അത് വേറെ തന്നെയാണ് പ്രതിഫലിക്കുക. അതാണ് ഈ തലനാരിഴയ്ക്ക് ഇപ്പൊ ഒരു മന്ത്രിക്കെതിരെ ഒരു ആക്ഷേപം ഉണ്ടാവണം. ഇപ്പൊ ജനങ്ങളുമായിട്ട് അടുത്ത് ഇപ്പം KSRTC പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ജീവിതവുമായിട്ട് അടുത്ത് നിൽക്കുന്നതാണല്ലോ. പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടോ? ഇനി KSEBയുമായി ബന്ധപ്പെട്ട് അടുത്ത കാലത്താണല്ലോ KSEBിയുടെ പവർ കിട്ട് ലോഡ് ഷെഡിങ്ങും ചർച്ച ചെയ്ത് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടോ? നമ്മളിതൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞല്ലേ അതൊന്നും ചർച്ചയൊക്കെ പഴയ കാര്യങ്ങളാണ്, ചർച്ച ചെയ്യാൻ പാടില്ല എന്നാണ് ഇപ്പോ അവര് പറയുന്നത് കേട്ടോ. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസമെങ്കിലും പുസ്തകം കിട്ടാതിരിക്കാത്ത അധ്യാപകരില്ലാത്ത സമയമുണ്ടായി. ഇതൊക്കെ നമ്മൾ ഈ പ്രചാരണത്തിൽ എന്താണ് ജനങ്ങളുടെ ജീവിതവുമായി അടുത്ത് നിൽക്കുന്നു എന്ന് അതിലൊക്കെ നമുക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. നമ്മൾ ഇത്രയും ദിവസം ചർച്ച ചെയ്തതാണ്. ഇനി ആൾക്കേട്ട് ബോറടിക്കും. ശരി, എന്തായാലും 24 മണിക്കൂർ അല്ലേ? ഇനി 24 ഈ രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? നമുക്ക് നാളത്തെ സമയം അത് കുഴപ്പമില്ല. നിങ്ങളുടെ എങ്ങനെയാ? ഭയങ്കര രസാ. പരുത്തിക്കാടിന് ഉറക്കം കിട്ടുമെന്ന് ചോദിക്കുന്നത്. നാളത്തെ അവസ്ഥ പറയാൻ പറ്റില്ലല്ലോ, പലരുടെയും ഉറക്കം കിടത്തും. ഞാൻ ഇപ്പോഴും 76 സീറ്റുകൾ മിനിമം LDFന് കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. അതിനൊരൊറ്റ ടേക്കവേ മാത്രമേ ഉള്ളൂ. അത് അതാത് മണ്ഡലങ്ങളിലെ ജനപ്രിയ MLA-മാർ LDFനെതിരായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു മടുപ്പുണ്ടെങ്കിൽ അതിനെ മറികടക്കും എന്നുള്ളതാണ്. 76 അതാണ് എന്റെ ടേക്ക് വിഷയത്തിൽ. അതിൽ മന്ത്രിമാരുണ്ട്, അതിലൊരു 4 76 പേര് സംശയമുണ്ട്. അത് ഒഴിച്ചു നിർത്തിയാൽ ഇനി ബാക്കിയുള്ളവരൊക്കെ എന്ത് പറയുന്നു വലിയ പിടുത്തില്ല. എന്റെ ടേക്ക് ഓൺ മൈ റിസ്ക് ഞാൻ പറയുന്നത് 76 ആണ് എന്റെ മറ്റാളോ LDF 76. അല്ല സർ, ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ വലിയ രീതിയിൽ സർക്കാരിനെതിരെ ഒരു ആന്റി ഇൻക്യുമെന്റ്സ്, സർക്കാരിനെതിരെ ഒരു ഭരണവിരുദ്ധ അഭിപ്രായങ്ങൾ. അല്ല, നിങ്ങൾ നമ്പർ പറഞ്ഞു പോവാണോ? എന്തായാലും ഗംഭീരമാണ്. ഇതാണ് ഇവര് നടത്തിയ ചർച്ച. ഇവിടെയും ഗവൺമെന്റ് മുന്നോട്ട് വെച്ച നല്ല കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യാൻ ഇപ്പോഴും സ്മൃതി പരുത്തിക്കാൻ വലിയ താല്പര്യമില്ല. അതൊക്കെ ബോറടിക്കുമെന്ന് പറയുന്നത്. ശരി, ബോറടിച്ചോട്ടെ. ബോറടിക്കുന്ന വിഷയങ്ങൾ നമുക്ക് സംസാരിക്കണ്ട. എന്തൊക്കെയായാലും അരുൺകുമാർ അടക്കമുള്ള ആളുകളൊക്കെ പറയുന്നത് 76-80 സീറ്റ് LDFന്. ഇന്നത്തെ ഒരു രാത്രി ഉണ്ടല്ലോ, കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാരുടെ ഉറക്കം കെടുന്ന രാത്രിയാണ്. സ്മൃതി പരുത്തിക്കാടിൻ്റെ, അരുൺകുമാറിൻ്റെയും പിണറായി വിജയൻ്റെയും VD സതീശൻ്റെയും വല്ലാത്ത രാത്രി അല്ലേ. നമ്മുടെ ഈ മലബാർ പ്രദേശത്തിലൊക്കെ പറയും നാളെ പെരുന്നാളാണ്, റബ്ബേ നേരം വെളുക്കണില്ല. കുട്ടികളുടെ സാധനമാണ്. പെരുന്നാളാവുമ്പോഴേ നാളെ നേരം വെളുക്കണില്ല, പുത്തൻ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങണ്ടേ. അതേപോലെ ആ കസേരയിലേക്ക് ആര് കയറും എന്ന് പറയുന്നൊരു വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ്. ബൈ.